നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പൊളിച്ചെടുക്കുകയാണല്ലോ. ഇന്നലെ അവർ മാഞ്ചസ്റ്റർ സിറ്റി ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. കല്ലം ഹഡ്സൺ-ഒഡോയിയാണ് അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത്. വീണ്ടും ഒരു ക്ലീൻ ഷീറ്റ് കൂടി പ്രീമിയർ ലീഗിൽ അവർ നേടുകയാണ്. 12ാമത്തെ ക്ലീൻ ഷീറ്റാണ് ഈ സീസണിൽ. അത് പ്രീമിയർ ലീഗിൽ തന്നെ അവർ ഒന്നാമതാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. പൊളിച്ചടുക്കി ടീം മുന്നോട്ട് പോവുകയാണ്. 28 കളികളിൽ നിന്ന് 51 പോയിൻ്റ്. 3ാം സ്ഥാനത്ത്. സിറ്റിയും ചെൽസിയും ഒക്കെ അവർക്ക് പുറകിലാണ് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഈ ഒരു കുതിപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാവുക. ഈ കുതിപ്പിന് പിന്നിലൊരു ബ്രസീലിയൻ കരുത്തുണ്ട്. മറ്റാരുമല്ല, മുറിയില്ലോ. 2023 നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസുകളുടെ എണ്ണം 357. അതായത് ടോപ്പ് 5 ലീഗിൽ ഈ 22കാരൻ പ്രീമിയർ ലീഗിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനായിട്ട് കളിച്ചു തുടങ്ങിയത് മുതൽ മറ്റൊരാളും ഇത്രയധികം ക്ലിയറൻസുകൾ നടത്തിയിട്ടില്ല. അതാണ് വ്യത്യാസം. ചെറിയ പ്രായം പൊളിച്ചെടുക്കുകയാണ്. യൂറോപ്പിലെ തന്നെ ടോപ്പ് ഡിഫൻഡേഴ്സിൻ്റെ ലിസ്റ്റിലാണിപ്പോൾ മൊറില്ലോയെ എല്ലാവരും എണ്ണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ കൃത്യമായിട്ടൊന്ന് എടുത്തു നോക്കിയാൽ 59 അപ്പിയറൻസുകളാണ് അദ്ദേഹം ഇതുവരെ പ്രീമിയർ ലീഗിൽ നടത്തിയിട്ടുള്ളത്. അതിൽ 13 ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹത്തിൻ്റെ ടീമിനുണ്ട്. 92 ടാക്കിളുകൾ. ടാക്കിളിൻ്റെ സക്സസ് റേറ്റ് 66%. ലാസ്റ്റ് മാൻ ടാക്കിൾസ്, അതായത് അവസാന എതിരാളി കുതിച്ചു പായുന്നു, ഇവിടെ മൊറില്ലോയെ കൂടി മറികടന്നാൽ പിന്നെ ഗോൾ കീപ്പർ മാത്രം. ആ രൂപത്തിലുള്ള സമയത്ത് 7 ടാക്കിളുകൾ, 4 ഷോട്ടുകൾ ബ്ലോക്ക്, അദ്ദേഹത്തിന് ഷോട്ടുകൾ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള 4 എണ്ണം, ഇൻ്റർസെപ്ഷൻസ് 63 എണ്ണം. ക്ലിയറൻസുകൾ നോക്കുക. ഇതാണ് ഈ ടോപ്പ് 5 ലീഗിൽ 1ാം സ്ഥാനത്ത് 357 എണ്ണം. ഹെഡഡ് ക്ലിയറൻസ് 157 എണ്ണം. പിന്നെ ഗോൾ ലൈൻ സേവുകൾ അല്ലെങ്കിൽ ഗോൾ ലൈൻ ക്ലിയറൻസുകൾ 5 എണ്ണം. 250 റിക്കവറീസ്, 215 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. അതുപോലെ എയർ ബാറ്റിൽസ്, അതായത് ഏരിയൽ ഡ്യുവൽ അദ്ദേഹം വിൻ ചെയ്തിട്ടുള്ളത് 68 എണ്ണം. അങ്ങനെ പൊളിച്ചെടുക്കുന്ന പ്രകടനം നടത്തുന്ന ഈ താരത്തിന് ഒറ്റ റെഡ് കാർഡും കിട്ടിയിട്ടില്ല. അതുകൂടി നോക്കണം. ഡിസിപ്ലിനും വളരെ മികച്ചതാണ്. 10 യെല്ലോ കാർഡുകൾ ഉണ്ടെന്നല്ലാതെ ഒറ്റ റെഡ് കാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ടോട്ടൽ ഫൗളുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് 56 എണ്ണമാണ്. ചുരുക്കത്തിൽ ഇന്ന് യൂറോപ്യൻ ഫുട്ബോളിലുള്ള ഏറ്റവും മികച്ച ഡിഫൻഡർമാരോട് കിടപിടിക്കുന്ന പ്രകടനമാണ് 22കാരനായിട്ടുള്ള ബ്രസീലിയൻ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിൻ്റെ ദേശീയ ടീമിലേക്ക് ഡൊറിവാൾ ജൂനിയർ അർജൻറ്റീനയെയും കൊളംബിയയെയും നേരിടാനുള്ള സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ബ്രസീലിൻ്റെ ഭാവിയാണ്, ഡിഫൻസിലെ ഭാവിയാണ് മൊറില്ലോ. നേരത്തിൽ തർക്കമില്ല. അധികം വൈകാതെ യൂറോപ്പിലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വിട്ട് മറ്റേതെങ്കിലും വമ്പൻ ക്ലബ്ബിലും നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.